സോക്കർ ടോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗോൾ വേട്ട തുടർന്ന് ഡയമണ്ട് ഡക്കോസ്, പ്ലേ ഓഫിന് തൊട്ടരികെ കേരള ബ്ലാസ്റ്റേഴ്സ്. ISL റൗണ്ട് ഓഫ് 20 ബ്ലാസ്റ്റേഴ്സ് ജംഷഡ്പൂരിനെ നേരിട്ടപ്പോൾ ഇരു ടീമുകളും 1-1 സമനിലയിൽ. വിജയം മാത്രം ലക്ഷ്യം കണ്ട് ജംഷഡ്പൂരിൻ്റെ ഹോം ഗ്രൗണ്ടിലെത്തിയ ബ്ലാസ്റ്റേഴ്സ് തുടക്കത്തിൽ മികച്ച അവസരങ്ങളുണ്ടാക്കി. 23-ാം മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സിനായി ദിമിത്രിയോ ഡയമണ്ട് ഡക്കോസ് വല ചലിപ്പിച്ചു. എന്നാൽ അതിനുശേഷം കളി പതിയെ ജംഷഡ്പൂരിൻ്റെ കയ്യിലായി. ആദ്യ പകുതിയുടെ അവസാന നിമിഷത്തിൽ ജാവിസി വാരിയോ ജംഷഡ്പൂരിന് വേണ്ടി സമനില ഗോളും നേടി. എന്നാൽ രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ ജംഷഡ്പൂർ കളി മെനഞ്ഞു. മികച്ച അറ്റാക്കിങ്ങുകൾ പുറത്തെടുത്തെങ്കിലും രണ്ടാം ഗോൾ നേടാൻ ജംഷഡ്പൂരിന് സാധിച്ചില്ല. പക്ഷേ രണ്ടാം പകുതിയുടെ അവസാന നിമിഷത്തിൽ ബ്ലാസ്റ്റേഴ്സ് കളി മെനഞ്ഞു. ഒരുപാട് അവസരങ്ങൾ ഉണ്ടാക്കിയെങ്കിലും മുതലെടുക്കാൻ ബ്ലാസ്റ്റേഴ്സിനും സാധിച്ചില്ല. മികച്ച അവസരങ്ങൾ രാഹുലും ദിമിത്രിയോസും രണ്ടാം പകുതിയിൽ മിസ്സാക്കി. എന്നാൽ കളിയുടെ അവസാന നിമിഷത്തിൽ ബോക്സിനുള്ളിൽ ദിമിത്രിയോ മിസ്സാക്കിയ കിക്ക് ഒരു മികച്ച അറ്റാക്കിങ്ങിലൂടെ ജംഷഡ്പൂർ ഗോൾ വലയിലെത്തിക്കാൻ ശ്രമിച്ചു. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് ഗോൾ കീപ്പർ കരൺജിത് സിംഗ് അത് മികച്ച സേവിലൂടെ പുറത്തേക്കടിച്ചു. അതോടെ കളി സമനിലയിലേക്ക് കലാശിക്കുകയായിരുന്നു. ഇന്ന് വിജയിച്ചിരുന്നെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ് ഇന്ന് തന്നെ ഉറപ്പിക്കാമായിരുന്നു. പക്ഷേ ഇനിയൊരു മത്സരം കൂടി കാത്തിരിക്കേണ്ടി വരും. നിലവിൽ 5-ാം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ്. 19 മത്സരങ്ങളിൽ നിന്ന് 30 പോയിന്റ് ഉണ്ട്. എന്നാൽ 6-ാം സ്ഥാനത്തുള്ള ജംഷഡ്പൂരിന് 20 കളികളിൽ നിന്ന് 22 പോയിന്റ് മാത്രമാണുള്ളത്. അടുത്ത മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനെ നേരിടും. വിജയത്തോടെ പ്ലേ ഓഫ് ഉറപ്പിക്കാൻ കഴിഞ്ഞാൽ അതൊരാശ്വാസമാണ്. അല്ലെങ്കിൽ പിന്നെയും കാത്തിരിക്കണം. പിന്നീടുള്ള എതിരാളികൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും ഹൈദരാബാദ് FCയുമാണ്. അടുത്ത മത്സരത്തിൽ സൂപ്പർ താരം അഡ്രിയാൻ ലൂണയും തിരിച്ചു വരുമെന്ന പ്രതീക്ഷയോടെയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. നിലവിൽ ഫോമിലേക്ക് തിരിച്ചു വരാൻ ലൂണയുടെ സഹായം കൂടി കേരള ബ്ലാസ്റ്റേഴ്സിന് ആവശ്യമാണ്. കാത്തിരിപ്പോടെയാണ് മഞ്ഞപ്പടയും. ഫുട്ബോളിൻ്റെ പുതിയ അപ്ഡേറ്റ്സുകളുമായി സോക്കർ ടോക്ക് വീണ്ടും നിങ്ങൾക്ക് മുന്നിലെത്തും.